ആദരണീയരായ വിശിഷ്ട അതിഥികൾ, സംപൂജ്യ സദസ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ജോർജ് നെടുമ്പാറയാണ്. നാംഡൽഹിയുടെ ചുമതല വഹിക്കുന്ന ആളാണ്. ഇന്ന് ഈ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരെയും കാണുവാനും രണ്ടു വാക്ക് സംസാരിക്കുവാനും സന്ദർഭം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വെറുമൊരു അവധി ആഘോഷിക്കാനല്ല ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഭാരതം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മഹാരാജ്യം അതിൻ്റെ പരമാധികാരം പ്രഖ്യാപിച്ച ചരിത്രത്തിൻ്റെ ആ ദിവസം അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ്, ആ ദിനത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ്. മഹാകവി വള്ളത്തോൾ പാടിയത് നമുക്ക് ഓർക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ കവിവാക്യമാണ്: ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകും അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. എത്ര മഹത്തായ, എത്ര പ്രചോദനം നൽകുന്ന ഗംഭീരമായ കവിവാക്യങ്ങളാണ് അല്ലേ പ്രിയമുള്ളവരെ. ഈ വരികൾ വെറും വാക്കുകളല്ല കേട്ടോ, നമ്മുടെ സിരകളിൽ ഓടുന്ന വികാരമാണ്. നോക്കൂ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ഡൽഹിയിലെ 5ാം നിലയിലുള്ള മട്ടുപ്പാവ് കൃഷിത്തോട്ടത്തിലാണ്. ഈ മനോഹരമായ മട്ടുപ്പാവ് കൃഷിത്തോട്ടത്തിലാണ് 140 മലയാളികൾ ചേർന്ന് നട്ട ഈ കൃഷിത്തോട്ടത്തിലാണ്. താഴെ നഗരമാണ്, വളരെ തിരക്കുള്ള നഗരം. എന്നാൽ ഇതിൻ്റെ മുകളിൽ പ്രകൃതി ശാന്തമാണ്. ദേശീയ പതാക ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. ചിലർ ചോദിക്കും, ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ കൃഷിത്തോട്ടത്തിൽ എന്താ കാര്യമെന്ന്. അപ്പൊ ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ റിപ്പബ്ലിക് എന്ന്. ഈ കാണുന്ന ഓരോ ചെടിച്ചട്ടിയും ഓരോ സംസ്ഥാനം പോലെയാണ്, ഓരോ സ്റ്റേറ്റുകൾ പോലെയാണ്. മണ്ണൊന്നാണ് അല്ലേ, വെള്ളവും ഒന്നാണ്, സൂര്യപ്രകാശവും ഒന്ന് തന്നെ. നിഷേധിക്കാനാവുമോ? പക്ഷേ ഒന്നിൽ തക്കാളി വിരിയുന്നു, മറ്റൊന്നിൽ പച്ചമുളക്. അവ തമ്മിൽ തല്ലുകൂടുന്നില്ല, അവ തമ്മിൽ തല്ലുന്നില്ല. തക്കാളി മുളകിനോട് നീ എന്തിന് ഇത്ര എരിവുള്ളവനായി എന്ന് ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വൈവിധ്യമാണ് ഭാരതം. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് ദേശസ്നേഹത്തെ പറ്റി ക്ലിപ്പുകൾ, മെസ്സേജുകൾ 100 കണക്കിന് ഫോർവേഡ് ചെയ്യുന്ന ഒരു ദിവസമാണ്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. എവിടെയെങ്കിലും പോസ്റ്റ് കിട്ടുന്നത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. ഇത് തന്നെ. ഒരിക്കൽ ഒരു ബിരുദൻ ഗൂഗിളിനോട് ചോദിച്ചു, ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഗൂഗിൾ പറഞ്ഞു, ഭാര്യ വീട്ടിലില്ലാത്ത സമയം എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഗൂഗിൾ പറഞ്ഞു. ഒരു പരിധിവരെ വാസ്തവമാണ്. സുഹൃത്തുക്കളെ, ഈ തമാശകൾക്കപ്പുറം ഈ മണ്ണിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ കതിരും ഓരോ തളിരും നമ്മുടെ സ്വയം പര്യാപ്തതയുടെ അടയാളമാണ്. അങ്ങനെയല്ലേ? അത് തന്നെയാണ് നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃഷിത്തോട്ടത്തിൽ ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. 77 വർഷം മുമ്പ് നമുക്കറിയാം, ഭീമറാവു അംബേദ്കറും സംഘവും നമുക്ക് ഒരു ഭരണഘടന വിഭാവനം ചെയ്തില്ലേ? അപ്പോൾ അത് വെറുമൊരു പുസ്തകമായിരുന്നോ? അല്ല, അത് സാധാരണക്കാരന്റെ നട്ടെല്ലായിരുന്നു. നട്ടെല്ല്. കുമാരനാശൻ പാടിയ പോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഓർക്കുന്നില്ലേ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. കൂട്ടത്തിൽ അദ്ദേഹം പാടുകയാണ്, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. എത്ര ഉഗ്രൻ കവിവാക്യമാണ് അല്ലേ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വതന്ത്ര വായുവിന് പിന്നിൽ പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് വിപ്ലവകാരികളുടെ ചോരയുണ്ട്. ചോര. ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും
വീര്യമുണ്ട്. അതുപോലെ തന്നെ അതിർത്തിയിൽ 0 ഡിഗ്രി തണുപ്പിൽ ആ തോക്കേന്തി നിൽക്കുന്ന ജവാന്മാർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ തോക്കേന്തി നിൽക്കുന്ന ജവാന്റെ ത്യാഗമുണ്ട്. നിഷേധിക്കരുത്. പ്രിയമുള്ളവരെ, ഇന്ന് ഓർക്കാനുള്ള ദിവസമാണ്. നമ്മളിവിടെ ഈ മട്ടുപ്പാവിൽ സുരക്ഷിതമായി കൃഷി ചെയ്യുന്നത് അവരവിടെ ഉറക്കമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ്, ഉറക്കമില്ലാതെ നിന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ്. അവരോടുള്ള നമ്മുടെ കടപ്പാട് ഒരിക്കലും അവസാനിക്കില്ല. സുഹൃത്തുക്കളെ, മണ്ണിൽ തൊടാത്തവന് രാജ്യത്തെ അറിയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മണ്ണിൽ തൊടാത്തവന് രാജ്യത്തെ അറിയാൻ സാധിക്കില്ല. എങ്ങനെ അറിയും? ഈ കൃഷിത്തോട്ടം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു വിത്ത് പാകിയാൽ അത് ഉടനെ ഫലം നൽകുമോ? അത് ഉടനെ ഫലം നൽകില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യണം? പിന്നെ അതിനെ പരിപാലിക്കണം, വെള്ളമൊഴിക്കണം. നമ്മുടെ രാജ്യവും അങ്ങനെ തന്നെയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കളകൾ വളരാതെ നാം അതീവ ശ്രദ്ധയോടെ നോക്കണം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നിടത്താണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. ആ ജനാധിപത്യം വിജയിക്കുന്നത് എവിടെയാണ്? മനുഷ്യനെ സ്നേഹിക്കുന്നിടത്താണ്. അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ എനിക്ക് മാത്രം വിരുന്നൊരുക്കാൻ കഴിയുന്നില്ലെന്ന ആ ചിന്ത, നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ സ്നേഹം വെറും കാപട്യമാണ്, കാപട്യം. ഈ മട്ടുപ്പാവിൽ നിന്ന് നമ്മൾ ഇന്ന് പടിയിറങ്ങുമ്പോൾ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. അതിനുള്ള വിൽ പവർ നമ്മൾ ആർജിക്കണം. എന്ത് തീരുമാനം എടുക്കുന്നത്? നമ്മുടെ രാജ്യം നശിക്കാൻ നമ്മൾ അനുവദിക്കില്ല. വായു മലിനമാക്കാതെ, മണ്ണ് വിഷമയമാക്കാതെ, മനസ്സിൽ വർഗീയത നിറയ്ക്കാതെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ ഈ ചെറിയ കൃഷിത്തോട്ടം കൊച്ചു കൃഷിത്തോട്ടമാണ്, സമ്മതിച്ചു. വലിയ വിളവൊന്നുമില്ല. പക്ഷെ ഈ ചെറിയ കൃഷിത്തോട്ടം പോലെ ഭാരതമെന്നും പച്ചപ്പുള്ളതായിരിക്കട്ടെ. ഓരോ വീട്ടിലും സ്നേഹത്തിൻ്റെ വിളവെടുപ്പ് നടക്കട്ടെ. വരും തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത് വെറും ആസ്തിയല്ല. കുറെ ആൾക്കാർ ഭൂസ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആസ്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെറും ആസ്തിയല്ല നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകേണ്ടത്, മറിച്ച് ഐക്യമുള്ള കരുത്തുള്ള ഒരു ഭാരതത്തെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.